ഗുഡ് മോർണിംഗ്. വേദിയിലും സദസ്സിലുമുള്ള എൻ്റെ ഒരു സംസാര രീതി ഒരു പ്രഭാഷണം എന്ന രീതിയിലല്ല. ഈ ഹാളിലിരിക്കുന്ന എല്ലാ ആളുകളും ഞാനുമായിട്ട് കുറച്ച് സമയം സംസാരിച്ച് മുന്നോട്ട് പോകുന്ന രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. വന്നിരിക്കുന്ന ആളുകൾ എന്നെ മാത്രം ശ്രദ്ധിക്കുക. പുതുതായി വരുന്നവർ അവരുടെ സീറ്റിൽ അവർ വന്നിരുന്നോളും. നിങ്ങളെല്ലാവരും അവരെ ശ്രദ്ധിച്ചാൽ ഞാനുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ മുടങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ തുടങ്ങുകയല്ലേ? റെഡിയല്ലേ? ഓക്കെ അല്ലേ? നിങ്ങളുടെ ഭാഗത്തു നിന്ന് കൂടിയുള്ള സംസാരം എനിക്ക് വേണം. നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഇടപെടൽ കൂടി എനിക്ക് വേണം. അപ്പോൾ അതുകൊണ്ട് ചോദ്യം ഇതാണ്. ഞാനിവിടെ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു വിഷയം പാലിയേറ്റീവ് കെയറുമായിട്ട് ബന്ധപ്പെട്ടാണ്. നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും പാലിയേറ്റീവ് കെയർ എന്ന് പറയുന്നത്. അപ്പോൾ പാലിയേറ്റീവ് കെയറിൽ നമ്മുടെ ഇന്നിവിടെ നിങ്ങളുടെ പീസ് മിഷൻ ട്രസ്റ്റ് എരുമേലി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന പീസ് മിഷൻ ട്രസ്റ്റ് അടിപൊളി മനോഹരമായ ഒരു പാലിയേറ്റീവ് കെയർ സംവിധാനം ഇന്നിവിടെ കൂടിയ മുഴുവൻ ആളുകളുടെയും പിന്തുണയോടുകൂടി അല്ല, നിങ്ങൾക്ക് പങ്കാളികളാക്കാൻ കഴിയുന്ന മുഴുവൻ സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും പ്രിയപ്പെട്ടവരുടെയും പങ്കാളിത്തത്തോടുകൂടി മനോഹരമായ ഒരു പാലിയേറ്റീവ് കെയർ സിസ്റ്റം നമ്മുടെ എരുമേലിയിൽ ഇപ്പോൾ നടക്കുന്നതിനേക്കാൾ മനോഹരമായി, അത്യാവശ്യം നല്ല രീതിയിൽ മനോഹരമായിട്ട് തന്നെ നടക്കുന്നുണ്ട്. എന്നാൽ പാലിയേറ്റീവ് കെയർ പരിചരണം അവകാശപ്പെട്ട അവസാനത്തെ മനുഷ്യനിലേക്കും ഈ പരിചരണം കിട്ടണം. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഞാൻ വളരെ കുറച്ച് സമയം എന്താണ് പാലിയേറ്റീവ് കെയർ, എന്തിനാണ് പാലിയേറ്റീവ് കെയർ, ആർക്കാണ് പാലിയേറ്റീവ് കെയർ, എനിക്കും നിങ്ങൾക്കും നമ്മുടെ വീട്ടിലുള്ളവർക്കും പാലിയേറ്റീവ് കെയർ പരിചരണം ആവശ്യമായി വരുമോ എന്നിത്യാദി കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് സംസാരിക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ ആദ്യമേ സൂചിപ്പിക്കുകയാണ്, എൻ്റെ കൂടെ നിങ്ങളും സംസാരിക്കണം. ഞാൻ ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കും. ആ ചോദ്യങ്ങളോട് പ്രതികരിച്ചുകൊണ്ടാണ് നിങ്ങൾ എന്നോട് സംസാരിക്കേണ്ടത്. എന്നെ നേരത്തെ ഇവിടെ പരിചയപ്പെടുത്തി. എൻ്റെ പേര് അബ്ദുൽ കരീം എന്നാണ്. മലപ്പുറം ജില്ലയിലാണ്. കഴിഞ്ഞ ഒരു 20 വർഷമായിട്ട് ഫുൾ ടൈം പാലിയേറ്റീവ് കെയർ പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു സാധാരണ വ്യക്തിയാണ്. അതുകൊണ്ട് മാത്രമാണ് എന്നെ ഇവിടേക്ക് ക്ഷണിക്കപ്പെട്ടത്. ഇപ്പോൾ കേരളത്തിലെ, നേരത്തെ പറഞ്ഞതുപോലെ കേരളത്തിലെ പാലിയേറ്റീവ് കെയർ അവകാശപ്പെട്ട മനുഷ്യരിലേക്ക് ഈ സ്നേഹ സാന്ത്വന പരിചരണ സംവിധാനം എത്തിക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കുന്ന ഒരു അംബർല ബോഡിയുണ്ട്, ഒരു കൂട്ടായ്മയുണ്ട്, ഒരു കോർഡിനേഷൻ കമ്മിറ്റിയുണ്ട്. ഇന്ത്യൻ അസോസിയേഷൻ ഓഫ് പാലിയേറ്റീവ് കെയർ എന്നാണത് അതിൻ്റെ പേര്. അതിൻ്റെ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിച്ചു വരികയാണ്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ, ആ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് നിങ്ങളോട് സംവദിക്കാൻ ഞാനിവിടെ എഴുന്നേറ്റ് നിൽക്കുന്നത്. ഞാനൊരു ചോദ്യം ചോദിക്കുകയാണ്. ഈ മനുഷ്യൻ്റെ കാര്യം മഹാ അത്ഭുതകരമാണ്. ഏത് മനുഷ്യൻ്റെ കാര്യം? മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ആരാ? ഞാൻ മനുഷ്യൻ എന്ന് പറയുമ്പോൾ നിങ്ങളൊക്കെ കരുതേണ്ടത് നിങ്ങളെ തന്നെയാണ്. സ്വന്തത്തെ കരുതണം, അവനവനെ വിചാരിക്കണം, സ്വന്തത്തെ വിചാരിക്കണം. ഒരു മനുഷ്യൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ നിങ്ങളെ കരുതണം. ഒരു രോഗി എന്ന് പറയുമ്പോൾ ആ രോഗിയാവാൻ ഞാനും സാധ്യതയുണ്ട്
എന്ന് നമ്മൾ വിചാരിക്കണം. കിടപ്പിലായ ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ അനങ്ങാൻ പറ്റാത്ത വിധം കിടന്നു പോകാൻ സാധ്യതയുള്ള വ്യക്തിയാണ് ഞാനെന്ന് ഞാൻ വിചാരിക്കണം, നിങ്ങൾ വിചാരിക്കണം. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നമ്മളെക്കുറിച്ച് തന്നെയാണ്. ഞാനൊരു ചോദ്യം ചോദിക്കുകയാണ്, ഒരു തുടക്കത്തിന് വേണ്ടിയിട്ടാണ്. എന്നോട് സംസാരിക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് കൈപൊക്കാവുന്നതാണ്. കുറച്ച് ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. ചോദ്യം കേട്ടതിന് ശേഷം കൈപൊക്കിയാൽ മതി. സത്യത്തിൽ എന്തിനാണ് നമ്മൾ ജീവിക്കുന്നത്? ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പെടാപ്പാട് മുഴുവനും പെടുന്നത്. നേരമില്ല പോലും. നേരം എത്രയെന്ന് ചോദിച്ചാൽ പറയാൻ നേരമില്ല പോലും. ഭയങ്കര തിരക്കാ മനുഷ്യർക്ക്. മനുഷ്യനെന്ന് പറയുമ്പോൾ ആരാ? നമ്മൾ ഓരോരുത്തരെ കുറിച്ചാണ് പറയുന്നത്. ഞാൻ എന്നെക്കുറിച്ചാണ് പറയുന്നത്. നിങ്ങളെക്കുറിച്ച് തന്നെയാണ്, ഓരോരുത്തരെ കുറിച്ച് തന്നെയാണ് ചിന്തിക്കേണ്ടത്. ഭയങ്കര തിരക്കാ. എൻ്റെ ചോദ്യം ഇതാണ്, സത്യത്തിൽ എന്തിനാണ് ജീവിക്കുന്നത്? ഈ ചോദ്യത്തിൽ നിന്നാണ് ഇന്നത്തെ ഈ നമ്മുടെ സെഷൻ ആരംഭിക്കുന്നത്. ഇനി ഈ ചോദ്യം ഞാൻ ഇടയ്ക്ക് നിങ്ങളോട് വീണ്ടും വീണ്ടും ചോദിക്കും. നമ്മുടെ ചിന്തയെ സത്യത്തിൽ മനോഹരമായ രീതിയിൽ ഈ ഭൂമിയിലെ ജീവിതത്തെ അടയാളപ്പെടുത്താൻ നമ്മളെ തന്നെ ഈ ഭൂമിയിൽ, ഇപ്പോൾ എരുമേലിയിൽ ജീവിക്കുന്ന നിങ്ങൾക്ക് അടയാളപ്പെടുത്താൻ, നിങ്ങളെ ജീവിതത്തെ അർത്ഥപൂർണമാക്കാൻ ഈ ചോദ്യം ഉപകരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തിനാണ് ജീവിക്കുന്നത് എന്ന് മനസ്സിലായിട്ടില്ലെങ്കിൽ ജീവിതം വെറുതെയാണ്. ഞാൻ എന്തിന് ജീവിക്കുന്നു എന്ന് എനിക്ക് തിരിഞ്ഞിട്ടില്ലെങ്കിൽ എൻ്റെ ജീവിതം നഷ്ടമാണ്. അതുകൊണ്ട് ഈ ചോദ്യത്തിൽ നിന്നാണ് ഈ സെഷൻ ആരംഭിക്കുന്നത്. ഇനി അടുത്തത്, ഒരു മനുഷ്യൻ. ആരാണ് ആ മനുഷ്യൻ? ഞാൻ. അന്ന് എല്ലാവരും പറയണം. ഒന്ന് ഉറക്കെ പറയാം. നമുക്ക് കുറച്ച് നമ്മളിങ്ങനെ സംസാരിച്ചു പോകാമെന്ന് വിചാരിക്കുന്നു. ഒരു മനുഷ്യൻ ആരാണത്? ഈ ഭൂമിയിൽ ഇങ്ങനെ ജീവിക്കുന്നു. നിങ്ങൾക്ക് ഞാൻ എൻ്റെ രണ്ടാമത്തെ ചോദ്യമാണ്, ഈ ഭൂമിയിൽ ഇപ്പോഴത്തെ ഒരു കണക്ക് പ്രകാരം 800 കോടി മനുഷ്യർ ജീവിക്കുന്നുണ്ട് എന്നാണ് കണക്ക് പറയുന്നത് ലോകത്ത്. 800 കോടി മനുഷ്യർ. എൻ്റെ അടുത്ത ചോദ്യം, രണ്ടാമത്തെ ചോദ്യം, ഈ 800 കോടി മനുഷ്യരിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങൾക്ക് മാത്രമായിട്ടുള്ള ഒരു പ്രത്യേകത എന്താണ് ശരിക്കും? 800 കോടി മനുഷ്യരുണ്ട്, പക്ഷേ എനിക്കൊരു പ്രത്യേകതയുണ്ട് 800 കോടി മനുഷ്യരിൽ. എന്താണ് ആ പ്രത്യേകത? നിങ്ങൾക്ക് മാത്രമായിട്ടുള്ള ഒരു പ്രത്യേകത. ആരോ എന്തോന്ന് പറഞ്ഞു തോന്നുന്നു. ഇത് വളരെ പ്രധാനമാണ്. 800 കോടി മനുഷ്യരുണ്ടെങ്കിലും എന്നെ പോലെ ഒരാൾ ഈ ഭൂമി ലോകത്ത് വേറില്ല. യുണീക്കാണ്. എന്നെ പോലെ വേറൊരു മനുഷ്യൻ ഈ ഭൂമുഖത്തില്ല. അപ്പൊ എൻ്റെ ക്രിയേഷൻ, എൻ്റെ സൃഷ്ടി സ്പെഷ്യലാണ്. എന്നെപ്പോലെ വേറൊരു മനുഷ്യനില്ല. അങ്ങനെയാണെങ്കിൽ 800 കോടി മനുഷ്യർ ഈ ഭൂമി ലോകത്തുണ്ട്. നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന കരീം എന്ന് പറയുന്ന ഞാൻ
എൻ്റെ സ്വപ്നങ്ങൾ ഈ 800 കോടി മനുഷ്യരിൽ നിന്ന് വ്യത്യസ്തമാണ്. എൻ്റെ ആഗ്രഹങ്ങൾ ഈ 800 കോടി മനുഷ്യരിൽ നിന്ന് വ്യത്യസ്തമാണ്. എൻ്റെ ജീവിത ലക്ഷ്യം ഈ 800 കോടി മനുഷ്യരിൽ നിന്ന് വ്യത്യസ്തമാണ്. എൻ്റെ കാഴ്ചപ്പാടുകൾ ഈ 800 കോടി മനുഷ്യരിൽ നിന്ന് വ്യത്യസ്തമാണ്. എൻ്റെ ചിന്താശേഷി ഈ 800 കോടി മനുഷ്യരിൽ നിന്ന് വ്യത്യസ്തമാണ്. ഞാൻ മാത്രം ഒരു സവിശേഷമായ സൃഷ്ടിയാണ്. അങ്ങനെയുള്ള ഞാൻ ഈ ഭൂമിയിൽ ഇങ്ങനെ ജീവിക്കുകയാണ്. എനിക്ക് അനേകം സ്വപ്നങ്ങളുണ്ട്. നിങ്ങൾക്കും സ്വപ്നങ്ങളില്ലേ? ഉണ്ടോ ഇല്ലേ? സ്വപ്നങ്ങളുണ്ടോ? ഒന്നാണോ ഉള്ളത്? ഒരു സ്വപ്നമാണോ ഉള്ളത്? ഇല്ല, നൂറുകണക്കിന്, ആയിരക്കണക്കിന്, 10,000-കണക്കിന് സ്വപ്നവുമായിട്ടാണ് ഞാൻ ഈ ഭൂമിയിൽ ജീവിക്കുന്നത്. 10,000-കണക്കിന് ആഗ്രഹങ്ങൾ ഈ തടിയുടെ ഉള്ളിൽ, ഈ ശരീരത്തിൻ്റെ ഉള്ളിലുണ്ട്. ശരിയാണോ? അല്ലേ? അപ്പോൾ അനേകം സ്വപ്നങ്ങൾ, അനേകം ആഗ്രഹങ്ങൾ, അനേകം ലക്ഷ്യങ്ങൾ, പ്രണയം, സൗഹൃദം, ബിസിനസ്, കുടുംബം, ചുമതലകൾ, ഉത്തരവാദിത്തങ്ങൾ. ഇപ്പോൾ ഞാനൊരു മകനാണ്, ഒരച്ഛനാണ്, ഭാര്യയാണ്, സഹോദരനാണ്. നിങ്ങൾ നിങ്ങളുടെ റോള്, ഈ ഭൂമിയിൽ എടുക്കുന്ന റോള് ആലോചിക്കുക. ഞാൻ എന്നെക്കുറിച്ച് പറയുന്നു. മകനാണ്, സഹോദരനാണ്, ഭർത്താവാണ്, അച്ഛനാണ്, സുഹൃത്താണ്, ട്രെയിനറാണ്. അങ്ങനെ നമ്മൾ ഇങ്ങനെ പെടച്ചു പണിയെടുക്കുകയാണ്. അങ്ങനെ പണിയെടുക്കുന്നതിൻ്റെ ഇടയിൽ എൻ്റെ ജീവിതത്തെ തകർക്കുന്ന വിധം, എൻ്റെ സ്വപ്നങ്ങളെ തകർക്കുന്ന വിധം, എൻ്റെ ആശയങ്ങളെ തകർക്കുന്ന വിധം, എൻ്റെ ബന്ധങ്ങളെ തകർക്കുന്ന വിധം, എൻ്റെ നിലപാടുകളെ തകർക്കുന്ന വിധം, എൻ്റെ സഞ്ചാരത്തെ തകർക്കുന്ന വിധം എനിക്കൊരു രോഗം വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ തകർക്കുക? എൻ്റെ സ്വപ്നങ്ങളെ തകർക്കുന്നു, എൻ്റെ ആഗ്രഹങ്ങളെ തകർക്കുന്നു, എൻ്റെ ബന്ധങ്ങളെ തകർക്കുന്നു, എൻ്റെ ജീവിതത്തിൻ്റെ സകല വ്യവഹാരങ്ങളെയും തകർക്കുന്ന വിധം ഒരു രോഗം വന്നു കഴിഞ്ഞാൽ എനിക്കും എൻ്റെ കുടുംബത്തിനും നൽകേണ്ട സമഗ്രമായ സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും പരിചരണത്തിൻ്റെയും ചേർത്തുപിടിക്കലിൻ്റെയും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും പ്രശ്നങ്ങൾ അറിയലിൻ്റെയും മനസ്സിലാക്കലിൻ്റെയും എന്നെ സഹായിക്കലിൻ്റെയും പിന്തുണക്കലിൻ്റെയും പേരാണ് പാലിയേറ്റീവ് കെയർ. ഞാൻ ഒന്നുകൂടി പറയുകയാണ്. ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ്റെ ജീവിതത്തെ തകർക്കുന്ന വിധം, സ്വപ്നങ്ങളെ തകർക്കുന്ന വിധം, ആഗ്രഹങ്ങളെ തകർക്കുന്ന വിധം, ബന്ധങ്ങളെ തകർക്കുന്ന വിധം, യാത്രാ സൗകര്യങ്ങളെ തകർക്കുന്ന വിധം രോഗം വന്നു കഴിഞ്ഞാൽ ആ രോഗം വന്ന വ്യക്തിക്കും അയാളുടെ കുടുംബത്തിനും, ഇപ്പോൾ എനിക്കും എൻ്റെ കുടുംബത്തിനും നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും ഏത് സമയത്തും പാലിയേറ്റീവ് കെയർ എന്ന് പറയുന്ന ഒരു പരിചരണം ആവശ്യമായി വരും. ഞാൻ 1-2 ഉദാഹരണം പറയാം. കഴിഞ്ഞ ഈ നോമ്പ് കഴിഞ്ഞു, ഇപ്പോൾ ഇവിടെ കഴിഞ്ഞിട്ടേ ഉള്ളൂ. കഴിഞ്ഞ നോമ്പിന് തൊട്ട് മുന്നേ എൻ്റെ നാട്ടിൽ MBBS 5 വർഷത്തെ MBBS കോഴ്സ് കഴിഞ്ഞ് 1 വർഷത്തെ ഹൗസ് സർജൻസിയും കഴിഞ്ഞ് ഡോക്ടറായി പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന
24 വയസ്സ് പ്രായമുള്ള എൻ്റെ ഒരു സുഹൃത്ത് എൻ്റെ നാട്ടിൽ, എൻ്റെ വാഴക്കാട് പാലിയേറ്റീവ് കെയർ ക്ലിനിക്കിൽ, എൻ്റെ നാട്ടിലെ ഞാൻ പ്രവർത്തിക്കുന്ന ഒരു ഓർഗനൈസേഷനാണ് വാഴക്കാട് പാലിയേറ്റീവ് കെയർ. 8ാം ക്ലാസ് മുതൽ എൻ്റെ വാഴക്കാട് പാലിയേറ്റീവ് കെയറിലെ ഒരു വളണ്ടിയറാണ് ഞാൻ ഈ പറഞ്ഞ 24 വയസ്സുകാരൻ. 8ാം ക്ലാസ് മുതൽ എൻ്റെ ക്ലിനിക്കിലെ വളണ്ടിയറാണ്. ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്തെ പാലിയേറ്റീവ് കെയറിലെ വളണ്ടിയറാണ്. എല്ലാ സമയത്തും ഒഴിവ് കിട്ടുന്ന സമയത്തൊക്കെയും പാലിയേറ്റീവ് കെയർ പ്രവർത്തനത്തിൽ പങ്കാളിയാകുന്ന ഒരു കുട്ടി. ഹൈസ്കൂള് കഴിഞ്ഞു, ഹയർ സെക്കൻഡറി കഴിഞ്ഞു, എൻട്രൻസ് എഴുതി, MBBS പാസ്സായി, MBBS സെലക്ഷൻ കിട്ടി, 5 വർഷത്തെ MBBS കോഴ്സ് കഴിഞ്ഞു, 1 വർഷത്തെ ഹൗസ് സർജൻസി കഴിഞ്ഞ് ഡോക്ടറായി പണിയെടുത്തുകൊണ്ടിരിക്കെ ഇൻറ്റൻസീവ് കെയർ യൂണിറ്റിൽ ഒരു ദിവസം തലകറങ്ങി വീണപ്പം ഏറ്റവും വലിയ ആശുപത്രിയിലാണ് ജോലി ചെയ്യുന്നത്. ആ ആശുപത്രിയിൽ തന്നെ MRI സ്കാനിങ്ങിന് വിധേയമാക്കി, CT സ്കാനിങ്ങിന് വിധേയമാക്കി, കുറച്ച് രക്തപരിശോധനയ്ക്ക് വിധേയമാക്കി. ആരെ? ഈ 24 വയസ്സുകാരനെ. ഉടനെ റിസൾട്ട് വന്നു, ക്യാൻസർ. സ്വപ്നങ്ങൾക്ക് ചിറക് വെക്കുകയാണ്, ആഗ്രഹങ്ങൾക്ക് ചിറക് വെക്കുകയാണ്. ആശിച്ച് പഠിച്ച് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി എടങ്ങേറായിട്ട് പഠിച്ച MBBS പാസ്സായി ഹൗസ് സർജൻസി കഴിഞ്ഞ് ജോലിയിൽ പ്രവേശിച്ചിട്ടേ ഉള്ളൂ. ജീവിതത്തെ തകർക്കണ വിധം ഒരു കടലാസ് കഷ്ണം MRI സ്കാനിങ്, CT സ്കാനിങ്, ബ്ലഡ് പരിശോധനകളുടെ റിസൾട്ട് വരികയാണ്, ക്യാൻസർ. ഇന്ന് ആ റിസൾട്ട് കണ്ട് കയ്യിൽ കിട്ടിയ ആ സന്ദർഭം തൊട്ട് ഈ നിമിഷം വരെയും ആ കുട്ടിക്ക്, ആ ഡോക്ടർക്ക് പാലിയേറ്റീവ് കെയർ വേണം. അവൻ്റെ അച്ഛനും അമ്മയും ടീച്ചർമാരാണ്, 2 പേർക്കും പാലിയേറ്റീവ് കെയർ വേണം. അവനൊരു സിസ്റ്ററുണ്ട്, ഒരു ബ്രദറുണ്ട്, അവർക്ക് 2 പേർക്കും പാലിയേറ്റീവ് കെയർ വേണം. കാരണം എന്താണ്? അവരുടെ കുടുംബത്തിലെ ഒരാൾക്ക് ക്യാൻസർ വന്നു. ഇനി എൻ്റെ ഈ ശബ്ദം ശ്രവിക്കുന്ന നിങ്ങളോട് എനിക്കൊരു ചോദ്യം. പാലിയേറ്റീവ് കെയർ നമുക്ക് വേണ്ടി വരുമോ, വേണ്ടി വരൂലേ? വേണ്ടി വരാൻ സാധ്യതയുണ്ടോ, സാധ്യതയില്ലേ? കേട്ടില്ല. ഉണ്ടോ ഇല്ലേ? ഉണ്ട്, സാധ്യതയുണ്ട്. 7 കാരണങ്ങൾ കൊണ്ട്. അത് 5 വയസ്സായ ഒരു കുട്ടി ഈ ഹാളിലുണ്ടെങ്കിൽ ആ കുട്ടിക്കും സാധ്യതയുണ്ട്. 95 വയസ്സ് പ്രായമായ ഒരു വ്യക്തി ഈ ഹാളിലുണ്ടെങ്കിൽ അയാൾക്കും ബാധകമാണ്. പ്രായം മാനദണ്ഡമല്ല, തറവാട് മാനദണ്ഡമല്ല, സമ്പത്ത് മാനദണ്ഡമല്ല, പുരുഷനാണോ സ്ത്രീയാണോ മാനദണ്ഡമല്ല. ഏതൊരാൾക്കും പാലിയേറ്റീവ് കെയർ പരിചരണം ആവശ്യമായി വന്നേക്കാം. 7 കാരണങ്ങൾ കൊണ്ട്. നമുക്ക് ആ 7 കാരണങ്ങളൊന്ന് പരിശോധിക്കാം. എനിക്ക് വേണ്ടി വരുമോ എന്ന ചോദ്യത്തിന് നിങ്ങളെ ആലോചിക്കണം കേട്ടോ. ഞാൻ എന്നെ പറയുമ്പോൾ നിങ്ങളെ ആലോചിക്കണം. ഞാൻ എന്നെ പറയുമ്പോൾ എനിക്ക് വേണ്ടി വരുമോ, എൻ്റെ കുടുംബത്തിന് വേണ്ടി വരുമോ? വേണ്ടി വരാതിരിക്കട്ടെ എന്ന് കൃപാലുവും ദയാലുവും പരമകാരുണികനും കരുണാനിധിയും ആശയും അഭിലാഷവും സൃഷ്ടി സംരക്ഷകനും സംവിധായകനുമായ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. പക്ഷേ വരൂല എന്ന് പറയാനുള്ള ഗ്യാരണ്ടി നമ്മുടെ കയ്യിലില്ല. ശരിയാണോ അല്ലേ? ആണോ അല്ലേ? ആണ്. എങ്കിൽ ആ 7 കാരണങ്ങൾ പരിശോധിച്ചിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. ഒന്നാമത്തെ കാരണം നിങ്ങളെല്ലാവരും നിങ്ങളെ മനസ്സിലേക്ക് കൊണ്ടുവരിക, പൂർണ്ണാർത്ഥത്തിൽ നിങ്ങളെ മനസ്സിലേക്ക് കൊണ്ടുവരിക, പൂർണ്ണാർത്ഥത്തിൽ. ആദ്യം നിങ്ങളെ തന്നെ മനസ്സിലേക്ക് കൊണ്ടുവരിക, പൂർണ്ണാർത്ഥത്തിൽ. ഞാൻ വീണ്ടും ചോദിക്കുകയാണ്, സത്യത്തിൽ എന്തിനാ ജീവിക്കുന്നത്?
സത്യത്തിൽ എന്തിനാ ജീവിക്കുന്നത്? ചോക്കുണ്ടോ? താങ്ക് യു. സത്യത്തിൽ എന്തിനാ ജീവിക്കുന്നത്? നല്ല മനോഹരമായ വസ്ത്രങ്ങൾ ധരിച്ചിട്ടാണ് സുന്ദരികളായ നിങ്ങളൊക്കെ എൻ്റെ മുന്നിലിരിക്കുന്നത്. ഏറ്റവും മനോഹരമായ വസ്ത്രം ധരിച്ചിട്ട്. എന്തിനാണ് ഇത്രയും മനോഹരമായ വസ്ത്രം ധരിച്ചത്? ഏറ്റവും മനോഹരമായ വസ്ത്രം ധരിച്ചിട്ടാണ് സുന്ദരന്മാരായിട്ടുള്ള കുറേ ആളുകൾ എൻ്റെ മുന്നിലിരിക്കുന്നത്. ഞാൻ ഈ തെരഞ്ഞെടുത്ത വസ്ത്രത്തിന്, ഞാൻ എന്നെ പറയുമ്പോൾ നിങ്ങൾ നിങ്ങളിലേക്ക് നോക്കണം. ഈ വസ്ത്രം തിരഞ്ഞെടുത്തതിൻ്റെ മാനദണ്ഡം എന്താണ്? ഈ മഫ്ത തിരഞ്ഞെടുത്തതിൻ്റെ, ഷോള് തിരഞ്ഞെടുത്തതിൻ്റെ മാനദണ്ഡം എന്താണ്? പൊട്ട് തിരഞ്ഞെടുത്തതിൻ്റെ മാനദണ്ഡം എന്താണ്? ഹെയർ സ്റ്റൈൽ തിരഞ്ഞെടുത്തതിൻ്റെ മാനദണ്ഡം എന്താണ്? വാച്ച് തിരഞ്ഞെടുത്തതിൻ്റെ മാനദണ്ഡം എന്താണ്? ചെരുപ്പ് തിരഞ്ഞെടുത്തതിൻ്റെ മാനദണ്ഡം എന്താണ്? കണ്ണടയുടെ ഫ്രെയിം തിരഞ്ഞെടുത്തതിൻ്റെ മാനദണ്ഡം എന്താണ്? മൊബൈൽ ഫോൺ തിരഞ്ഞെടുത്തതിൻ്റെ മാനദണ്ഡം എന്താണ്? വള തിരഞ്ഞെടുത്തതിൻ്റെ മാനദണ്ഡം എന്താണ്? കമ്മൽ തിരഞ്ഞെടുത്തതിൻ്റെ മാനദണ്ഡം എന്താണ്? മോതിരം തിരഞ്ഞെടുത്തതിൻ്റെ മാനദണ്ഡം എന്താണ്? ഓരോന്നും ആലോചിച്ച് നോക്കുക. സത്യത്തിൽ എന്തിനാ ജീവിക്കണത്? ഇവിടെ ഇത് തിരിഞ്ഞിട്ടില്ലെങ്കിൽ ജീവിതം തിരിയാൻ നല്ല പാടാണ്. എന്തിനാണ് ഈ ഭൂമിയിൽ ജീവിക്കുന്നത് എന്ന് തിരിഞ്ഞിട്ടില്ലെങ്കിൽ എല്ലാ ദിവസവും പുലരുന്നു, എല്ലാ ദിവസവും എന്തൊക്കെയോ കഴിക്കുന്നു, എല്ലാ ദിവസവും എങ്ങനെയൊക്കെയോ ജീവിക്കുന്നു. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ആയാൽ പോരാ. ജീവിതം എന്ത് എന്നത് വളരെ പ്രധാനമാണ്. ഈ ജീവിതത്തെ തകർക്കുന്ന വിധം. അപ്പൊ രണ്ടാമത്തെ ചോദ്യം, ജീവിതം എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? ജീവിതം എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? ഇംഗ്ലീഷിൽ ലൈഫ്, ലിവിങ്, ജീവൻ, ജീവിതം. ജീവനുണ്ടെങ്കിലേ ജീവിതമുള്ളൂ. പക്ഷേ ജീവനുണ്ട് എന്ന് കരുതി ജീവിതം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. പാലിയേറ്റീവ് കെയർ എന്ന് പറയുന്നത് ജീവനുണ്ടായിട്ടും ജീവിതം ഇല്ലാതെ പോയ മനുഷ്യർക്ക് വേണ്ടിയുള്ള കരുതലാണ്. ജീവനുണ്ടായിട്ടും ജീവിതം ഇല്ലാതെ പോയ മനുഷ്യർക്കുള്ള കരുതലാണ് പാലിയേറ്റീവ് കെയർ. അങ്ങനെയെങ്കിൽ ജീവിതം എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? എൻ്റെ കണ്ണുകളിൽ, നിങ്ങളുടെ കണ്ണുകളിൽ ഇപ്പോൾ കാണുന്ന ഒരു തെളിച്ചമുണ്ട്. ആ തെളിച്ചത്തിൻ്റെ ആധാരം എന്ന് പറയുന്നത്, അടിസ്ഥാനം എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ ജീവിതം വലിയ കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. കണ്ണെത്തുന്നിടത്ത് ചെന്നെത്താൻ നമുക്ക് കഴിയുന്നുണ്ട്. വേദനയില്ലാതെ ഇരിക്കാൻ നമുക്ക് കഴിയുന്നുണ്ട്. ഈ കസേരയിൽ വേദനയില്ലാതെ, ചെറിയ മുട്ടുവേദനയൊക്കെ ഉണ്ടാവാം, പക്ഷേ എന്നാലും നമുക്ക് ഇരിക്കാൻ കഴിയുന്നുണ്ട്. എന്നാൽ കഠിന വേദന അനുഭവിച്ചിട്ട് ഒരു രാവുറക്കം പോലും സാധ്യമല്ലാത്ത ഒരുപാട് മനുഷ്യർ നിങ്ങളുടെ എരുമേലിയിലുണ്ട്.
വേദന അങ്ങോട്ട് കൊല്ലണ വേദന, ഉറക്കം കെടുത്തുന്ന വേദന. ഏതർത്ഥം എന്ന് പറഞ്ഞാൽ മാസങ്ങളോളം ദിവസങ്ങളോളം ഉറങ്ങാത്ത മനുഷ്യന്മാർ നമ്മുടെ എരുമേലിയിലുണ്ട്. ക്യാൻസറിൻ്റെ വേദന, അതുപോലെ തന്നെ പാങ്ക്രിയാറ്റൈറ്റിസിൻ്റെ വേദന, കൊല്ലണ വേദനയാണ്. ഈ വേദനക്ക് ഒരു 3 രൂപ വിലയുള്ള മോർഫിൻ എന്ന് പറയുന്ന ഒരു ഗുളികയുണ്ട്. ഒരു ഗുളികക്ക് 3 രൂപയെ വിലയിടുന്നു. മോർഫിൻ എന്ന് പറയുന്ന ഗുളിക കൊടുക്കണമെങ്കിൽ അത് മെഡിക്കൽ ഷോപ്പിൽ പോയി വാങ്ങാൻ കിട്ടൂല. മെഡിക്കൽ ഷോപ്പിൽ വാങ്ങാൻ കിട്ടില്ല. അത് പാലിയേറ്റീവ് കെയറിൽ പ്രത്യേകം മെഡിക്കൽ പരിശീലനം, പാലിയേറ്റീവ് കെയറിൽ പ്രത്യേക പരിശീലനം കിട്ടിയ ഡോക്ടർ, പ്രത്യേക പരിശീലനം കിട്ടിയ നേഴ്സ്, ഗവൺമെൻറ്റിന് ഡ്രഗ് കൺട്രോളർക്ക് അപ്ലിക്കേഷൻ കൊടുത്ത് പാലിയേറ്റീവ് കെയർ ക്ലിനിക്കിലൂടെ ലഭ്യമാക്കുന്ന ഒരു മരുന്നാണ് മോർഫിൻ. ഒരു മോർഫിന് പല അളവുണ്ട്. 10 mg, 20 mg, 50 mg അങ്ങനെ പറയുന്ന അളവുകളുണ്ട്. ഒരു ഗുളിക 3 രൂപയുടെ ഒരു ഗുളിക കഴിച്ചാൽ 4 മണിക്കൂർ വേദനയില്ലാത്ത ഉറക്കം കിട്ടുന്ന ഒരു മനുഷ്യൻ. ഒരു ഗുളിക കഴിച്ചാൽ 4 മണിക്കൂർ വേദനയില്ലാതെ ഉറങ്ങാൻ കഴിയും. 4 മണിക്കൂർ കഴിഞ്ഞാൽ, 3.5 മണിക്കൂർ കഴിഞ്ഞാൽ വീണ്ടും വേദന വന്നു, അടുത്ത ഗുളിക കഴിക്കണം. 4 മണിക്കൂർ ഇടവിട്ട് ഈ മോർഫിൻ ഗുളിക ആവശ്യമുള്ള നിങ്ങളുടെ എരുമേലിയിലെ ഒരു വ്യക്തിക്ക് അത് കിട്ടാതെ പോയാൽ ആ മനുഷ്യൻ്റെ ജീവിതം നരകതുല്യവും ദുരിതപൂർണവും ദുസ്സഹമായ ഓരോ ദിവസവും, ഓരോ മണിക്കൂറും, ഓരോ മിനിറ്റുകളുമായിരിക്കും ആ മനുഷ്യനുണ്ടാകുക. പാലിയേറ്റീവ് കെയർ എന്ന് പറയുന്നത് എനിക്കും നിങ്ങൾക്കും നമ്മുടെ കുടുംബത്തിനുമൊക്കെ വേണ്ടി വരാൻ സാധ്യതയുള്ള ഒരു പരിചരണത്തിൻ്റെ പേരാണ് പാലിയേറ്റീവ് കെയർ. എന്തുകൊണ്ട്? ഇനി ഞാൻ നിങ്ങളോട്, നമ്മുടെ വീട്ടിലേക്ക് പാലിയേറ്റീവ് കെയർ വേണ്ടി വരാം. എന്തുകൊണ്ട്? 7 കാരണങ്ങളുണ്ട്. ആ 7 കാരണങ്ങളിൽ ഒരു കാരണം ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്. പാലിയേറ്റീവ് കെയർ നമ്മുടെ വീട്ടിലേക്ക് വേണ്ടി വരാം. അതിലൊന്നാമത്തെ കാരണം, നിങ്ങളെല്ലാവരും നിങ്ങളെ ആലോചിക്കുക. നിങ്ങളെ ഏറ്റവും ഇഷ്ടപ്പെടുന്നവർ, നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന മുഴുവൻ വ്യക്തികളെയും നിങ്ങൾ ആലോചിക്കുക. നിങ്ങളെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആളുകൾ നിങ്ങളെ ആലോചിക്കണം. നിങ്ങളെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആളുകളെ ആലോചിക്കണം. ആലോചിച്ചോ? ഓക്കെ. എങ്കിൽ ഞാൻ ചോദിക്കുന്നു, നിങ്ങളും നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെയും വയസ്സ് കൂടുകയാണോ കുറയുകയാണോ? ഞാൻ ഓരോരുത്തരായി ചോദിക്കാം. അമ്മ ജീവിച്ചിരിക്കുന്ന ആളുകളൊന്ന് കൈവക്ക്. അമ്മ ജീവിച്ചിരിക്കുന്ന ആളുകൾ, അമ്മ ഓക്കെ. അമ്മയുടെ പ്രായം കൂടുകയാണോ കുറയുകയാണോ? പ്രായം കൂടുകയാണോ കുറയുകയാണോ? പ്രായം കൂടുകയാണോ കുറയുകയാണോ? കൂടുകയാണ്. പ്രായം കൂടുന്നു എന്ന ഒരൊറ്റ കാരണം കൊണ്ട് എൻ്റെയും നിങ്ങളുടെയും വീട്ടിലേക്ക് പാലിയേറ്റീവ് കെയർ വേണ്ടി വന്നേക്കാം. എന്താ പ്രായം കൂടിയാൽ സംഭവിക്കുക? ഞാൻ പ്രായമെന്ന് പറയുന്നതിനെ ഒരു 100 വയസ്സ് നിങ്ങൾക്ക് ആയിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കാൻ പോണത്? പരസഹായമില്ലാതെ കാര്യങ്ങളൊന്നും ചെയ്യാൻ കഴിയില്ല. ഇത് തന്നെയാണ് കാരണം. പാലിയേറ്റീവ് കെയർ വേണ്ടി വരില്ലേ? 100 വയസ്സ് വരെ ജീവിക്കൂല എന്ന് ഉറപ്പുണ്ടോ? ജീവിക്കാം.
100 വയസ്സ് വരെ ജീവിക്കാം. ആയുർ ദൈർഘ്യം കൂടുകയാണ്. അപ്പോൾ എൻ്റെ അച്ഛന് പാലിയേറ്റീവ് കെയർ വേണം, എൻ്റെ അമ്മയ്ക്ക് പാലിയേറ്റീവ് കെയർ വേണം, എൻ്റെ അമ്മായി അപ്പന് പാലിയേറ്റീവ് കെയർ വേണ്ടി വരും, എൻ്റെ അമ്മായി അമ്മയ്ക്ക് പാലിയേറ്റീവ് കെയർ വേണ്ടി വരും. ഞാൻ എൻ്റെത് പറഞ്ഞു, നിങ്ങൾ ആലോചിച്ച് നോക്കൂ. എനിക്ക് പാലിയേറ്റീവ് കെയർ വേണ്ടി വരും, എൻ്റെ ഭാര്യയ്ക്ക് പാലിയേറ്റീവ് കെയർ വേണ്ടി വരും. കാരണം എന്താണ്? പ്രായം കൂടുന്നു. ഒന്നാമത്തെ കാരണം മനസ്സിലായോ? പ്രായം. ഇനി രണ്ടാമത്തെ കാരണം, എനിക്ക് പാലിയേറ്റീവ് കെയർ വേണ്ടി വരും, എൻ്റെ കുടുംബത്തിലെ ഏതൊരാൾക്കും പാലിയേറ്റീവ് കെയർ വേണ്ടി വരും. രണ്ടാമത്തെ കാരണം, ആക്സിഡന്റുകൾ കൂടുകയാണോ കുറയുകയാണോ? എന്താ അഭിപ്രായം? ആക്സിഡന്റുകൾ കൂടുകയാണോ കുറയുകയാണോ? കൂടുകയാണ്. സംശയമുണ്ടോ? കൂടുകയാണോ കുറയുകയാണോ? കൂടുകയാണ്. ആക്സിഡന്റുകൾ കൂടുകയാണ്. വാഹന പെരുപ്പം കൂടുന്നതിനനുസരിച്ച്, ജനസംഖ്യ കൂടുന്നതിനനുസരിച്ച്, വാഹന പെരുപ്പം കൂടുന്നതിനനുസരിച്ച്, റോഡുകൾ സൗകര്യം കൂടുന്നതിനനുസരിച്ച്